എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് 1 കിലോ ചിക്കൻ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. ഇത് ആലപ്പുഴ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി കോഴിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 കിലോ ചിക്കൻ്റെ അടിപൊളി കറിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴിക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കോഴിയുടെ മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത് വേവിക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഈ ഒരു നാരങ്ങ നീര് വെച്ചിട്ട് ഇതുപോലെ പുരട്ടി വെക്കുകയാണെങ്കിൽ. മിനിമം 1 മണിക്കൂറെങ്കിലും പുരട്ടി വെക്കുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല തയ്യാറാക്കുന്ന ഒരു സമയം പുരട്ടി വെച്ചാലും മതിയാകും. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളിയാണ് ഞാൻ ഈ ഒരു പൊളിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇഞ്ചി 2 ഇതുപോലെയുള്ള കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 6 എണ്ണം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവാള ഒരു വലിയ സവാളയാണ് എടുക്കുന്നത്. നാട്ടിലുള്ള സവാള ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇതുപോലെ ഒരു വലിയ തക്കാളിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം, അല്ലാതുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി എടുക്കാം. ഇനി ഇത് കൂടാതെ നമുക്ക് കറിവേപ്പില വേണം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഗരം മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ ചെറിയ കഷ്ണം പട്ട, 4 ഏലയ്ക്ക, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു തക്കോലത്തിൻ്റെ പകുതി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഗരം മസാല നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും മണവും കിട്ടുക. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ എത്രയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പൊടിയായിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2ഉം പകുതി പകുതിയോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടോ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടേബിൾ സ്പൂണിലാണ് മുളക് പൊടി അളന്നെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുമിഞ്ഞല്ല എടുക്കേണ്ടത്, നികന്നാണ് നമ്മൾ ഈ ഒരു പൊടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു പൊടി എടുക്കുന്നത്. അപ്പം എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊടിയുടെ അളവ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മസാലപ്പൊടിയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത മസാല മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഫ്രഷായിട്ട് ഇതുപോലെ വറുത്ത് പൊടിക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി ഇത് കൂടാതെ നമ്മളൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ ഇത് പച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ്. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തും കിട്ടും. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് മൂത്തിരിക്കും ഈ ഒരു പൊടി. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഗരം മസാലയും നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുത്തതിന് ശേഷം പൊടിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ കറിവേപ്പില വേണം ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കമൻസിലൂടെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഇതുപോലെ സിപ്ലോക്ക് കവറുകളിലാക്കി ആണ് ഞാൻ സൂക്ഷിക്കുന്നത്. ഫ്രീസറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വേണം തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സൈഡിൽ ഇറച്ചിക്കറി വെക്കുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാറുണ്ട്. കടുക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷേ കടുക് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കതിലേക്ക് ആദ്യം തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തേങ്ങ കൊത്ത് ഈ ഒരു ചിക്കൻ കറിയിൽ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ പച്ച തേങ്ങയുടെ കൊത്ത് ആദ്യം കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്, പക്ഷേ അത് കുറച്ച് ഒന്ന് ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ കറിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം, അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പേസ്റ്റല്ല കുറച്ച് ചതച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ കറിക്ക് ആ ഒരു പച്ച ചുവ കാണും, നല്ല ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവയും ഇവിടെ മാറിയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അരിഞ്ഞിട്ട് സൂക്ഷിച്ച് വെക്കരുത്, അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾ പൊടികൾ വറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പൊടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് മൂത്തിട്ട് മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം സമയം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം പൊടി ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഒരു ചിക്കൻ കറി നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇവിടെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നല്ലൊരു കളറാണ് ഈ ഒരു കോഴിക്കറിക്ക്. അതുപോലെ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമ്മൾ അവസാനം കറി വാങ്ങുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ആദ്യം മസാലപ്പൊടി ഇടേണ്ടത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് കുക്കായിട്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒന്നുകൂടെ തിളപ്പിച്ച് ചാറ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. അവസാനമായിട്ട് ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. യാതൊരു മസാലക്കുത്തോ അതുപോലെ തന്നെ ഉള്ളിയുടെ മധുരമോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ചിക്കൻ കറി വെച്ചിട്ട് ശരിയാവാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്